ബ്യൂട്ടി പാർലർ ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നില്ല. ഒരു വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്, അവിടെ കസ്റ്റമർ ഉണ്ട്. ഈ ഇവിടുത്തെ ലൈറ്റ് ലോഡും ഫാൻ ലോഡും ഇതിലാണ് റൺ ചെയ്യുന്നത്. ഒറ്റ മീറ്ററാണ് കേട്ടോ. ഇനി ചിലപ്പോൾ ചോദിക്കും 2-3 മീറ്ററിലെ ആളുകൾ ഇന്ത്യയിൽ കൊടുക്കണം, അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കണം എന്ന് പറയരുത് കേട്ടോ. ഇത് രണ്ടാമത്തെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത് ഒരു സോളാർ സിസ്റ്റത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒട്ടേറെ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മൾ എറണാകുളം ജില്ലയിൽ നമ്മളെ അമൃത ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, തൊട്ടടുത്താണ് കേട്ടോ. സോണി തോമസിൻ്റെ ഷോപ്പിൻ്റെ മുകളിലാട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അവരെ ഒരു മൊബൈൽ ഷോപ്പുണ്ട്, അതുപോലെ അവരുടെ വൈഫിന് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിലേക്ക് ലൈറ്റും ഫാനും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും, അത്യാവശ്യം ലൈറ്റ് ലോഡ് ഫാൻ ലോഡൊക്കെ ഇതിൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ നമുക്ക് 2 വേ താരിഫായിരിക്കും. നമുക്ക് ഷോപ്പുകളിലൊക്കെ ആകുമ്പോൾ 7 വേ താരിഫാണ്. നല്ല രീതിയിൽ നമുക്ക് ബില്ലിന് മാനേജ് ചെയ്യാം. പക്ഷേ ഇവർക്ക് നിലവിൽ ഇവരുടെ അടുത്തൊരു 150H 2 സീറ്റൺ ബാറ്ററി ഉണ്ടായിരുന്നു. ഇവർക്കറിയാം ഭാവിയിൽ സോളാർ വെക്കാൻ വേണ്ടി സീറ്റൺ വെച്ചിരുന്നു. അതിന് പറ്റുന്നൊരു അസംബിൾഡ് ഇൻവെർട്ടറുമാണ് അവർ വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, 445 വാട്ടിൻ്റെ 2 സോളാർ പാനൽ വെച്ചു. അതുപോലെ MPPT ഭാവിയിൽ നമുക്ക് ഒരു പാനൽ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കമ്പി കൂട്ടി വെച്ചു. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ സ്ട്രക്ചർ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ അവർക്ക് നോക്കിയിട്ട് കാൽക്കുലേഷൻ നോക്കിയിട്ട് ഇതിൽ നിന്ന് ഇവർക്ക് ഒരു 4000-5000 രൂപ ബില്ല് വരുമ്പോൾ, ഒരു 7 വേ താരിഫാണ്, ഒരു 200-250 യൂണിറ്റ് മാറ്റം വരുമ്പോൾ നമ്മൾ ബില്ല് താനെ ഒരു 1000-ന് താഴത്തേക്ക് വരും. അല്ല, ഞാൻ അത്ര എമൗണ്ടിൽ നിന്ന് ഇത്രയ്ക്ക് വരുമ്പോൾ കേട്ടോ. അതൊക്കെ നമ്മൾ ഷോപ്പുകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനാണ്. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷീറ്റിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ കയറി നടക്കാൻ ഇവർ ഇനി ഒരു എൽഡറെ സമയത്തിനനുസരിച്ച് ആൻഡ്രയിലും വേറെ റെയിലൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഇവർക്ക് ക്ലീൻ ചെയ്യണമല്ലോ, നമുക്കിത് പാനലാണ് വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും നമ്മൾ ഇവിടെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, അമൃത ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത്, അവിടെ വഴിയുടെ അടുത്ത് നമ്മളെ സോണി തോമസ്, ഞാൻ പേര് പറഞ്ഞല്ലോ അല്ലേ ഹാരിസൺ? ഓക്കെ, അതിൻ്റെ താഴ്ഭാഗം കൂടി കാണിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. താഴെ ഭാഗത്ത് ഇവരെ റൂം റെൻറ്റിനൊക്കെയാണ്. അപ്പോൾ സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ജെ ബോൾട്ട് ഉണ്ടല്ലോ, അതിന് നമ്മൾ അടിയിൽ സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് കാല് പൊക്കിയിരിക്കുകയാണ്. കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് പ്രോബ്ലങ്ങളൊന്നുമില്ല, നല്ല ക്ലിയറായിട്ട് ഫിനിഷ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് താഴെ ഭാഗം കൂടി കാണിച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കി കാര്യം കൂടി അവിടെ കാണിച്ചു തരുന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഞങ്ങളിപ്പോൾ താഴെ ഭാഗത്തെത്തി. ഇവരെ ബ്യൂട്ടി പാർലർ ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നില്ല. ഒരു വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്, അവിടെ കസ്റ്റമർ ഉണ്ട്. ഈ ഇവിടുത്തെ ലൈറ്റ് ലോഡും ഫാൻ ലോഡും ഇതിലാണ് റൺ ചെയ്യുന്നത്. ഒറ്റ മീറ്ററാണ് കേട്ടോ. ഇനി ചിലപ്പോൾ ചോദിക്കും 2-3 മീറ്ററിലെ ആളുകൾ ഇന്ത്യയിൽ കൊടുക്കണം, അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കണം എന്ന് പറയരുത് കേട്ടോ. ഇത് രണ്ടാമത്തെ. ഓക്കെ, ഇത് മൊബൈൽ ഷോപ്പ്. ഇവിടെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മളെ സോണി തോമസ് ആണ് ഇവിടെ നിൽക്കുന്നവരെ ഷോപ്പിലാണ്. അത് തൊട്ടപ്പുറത്തെ ബ്യൂട്ടി പാർലർ വൈഫിൻ്റെ അല്ലേ വരുന്നത്. ഓക്കെ, ഒന്ന് ഇവിടെ വരും. ഇതിൽ ഒരു 2 kVയുടെ ഒരു ഇൻവെർട്ടർ വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഒരു 60 ആംപിയറിൻ്റെ. ഇവിടെ 40 ആംപിയർ മതി. പക്ഷേ ഭാവിയിൽ നമുക്ക് ഒരു പാനൽ കൂടി ആഡ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന MPPT ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്, കാൽക്കുലേഷൻ ഉണ്ട്. സീറ്റൺ ബാറ്ററിയാണ്, ഭാവിയിൽ സോളാർ ആക്കി മാറ്റാം എന്നൊരു പ്ലാനോടുകൂടെ സീറ്റൺ ബാറ്ററിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അവിടെ ഇൻവെർട്ടർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് C20 ബാറ്ററികളിൽ നമുക്ക് സഡൻലി നമുക്ക് ചാർജിങ് നടത്താൻ പ്രയാസമാണ്. ബാറ്ററി വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സീറ്റൺ ബാറ്ററി ആയിരിക്കണം. കമ്പ്യൂട്ടർ ആയാലും അതുപോലെ ടി വി ഇവിടെ അല്ല, ലൈറ്റ് ലോഡ് TV ഉണ്ട്, TV ഉണ്ട്, അതുപോലെ CCTV ഉണ്ട്, അതുപോലെ ലൈറ്റ് ലോഡ് ഫാൻ ലോഡ്, ഇവർ പുറം ഭാഗത്തെ ലൈറ്റിങ് അതുപോലെ ഫാനിങ് അല്ലേ, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമുക്ക് വെക്കുന്നതിൽ എത്രയും ലാഭമാണ് നമ്മുടെ ഷോപ്പുകളിൽ. അപ്പോൾ നമ്മുടെ ബില്ലിൽ നിന്ന് നമുക്ക് ഒരുപാട് മോചനം നേടാം. ഇനി വരെ ഫൈനൽ ബില്ല് വന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു 4-5 യൂണിറ്റ് ശരാശരി ഇപ്പോൾ 2 പാനൽ വെച്ചാൽ കിട്ടും. അതൊരു പാനൽ കൂടി കൂട്ടുകയാണെങ്കിൽ പകൽ ലൈവ് കൂടുതലാണെങ്കിൽ ഒരു 6-7 യൂണിറ്റ് കിട്ടും. അപ്പോൾ ഒരു 10 യൂണിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 യൂണിറ്റോളം സേവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാവും. ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത് ഞങ്ങൾക്ക് അങ്കമാലി ഒരു ഇൻസ്റ്റാളിങ് കൂടിയിട്ട് ഞങ്ങൾ പുലർച്ചെ പോകുന്നതാണ്. ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതായാലും അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.